ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ചേട്ടാ, ഞാൻ DHA എക്സാമിന് എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ എലിജിബിൾ ആണോ? അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ നമ്മൾ DHA എക്സാമിന് എലിജിബിൾ ആണോ എന്ന് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ കണക്കിന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാമ്പിൾ സഹിതം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമുക്ക് 2-3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ഡെമോൺസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ എക്സ്പീരിയൻസിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പ്. പേഴ്സണൽ ഇഷ്യൂസ് കാണും, ഇല്ലെങ്കിൽ നമ്മൾ സിക്കാവുന്നത് കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസിലൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 2 മുതൽ 3 വർഷത്തെ ഗ്യാപ്പ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 20 അവറിൻ്റെ CME നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു 4 മാസത്തെ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതേസമയം 3 മുതൽ 4 വർഷത്തെ ഗ്യാപ്പാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 40 CMEയും നമ്മൾ ഒരു 6 മാസത്തെ ട്രെയിനിങ് കോഴ്സും അറ്റൻഡ് ചെയ്തിരിക്കണം. അതേസമയം 4 മുതൽ 5 വർഷത്തെ ഗ്യാപ്പാണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 60 അവർ CMEയും അതുപോലെ തന്നെ 8 മാസത്തെ ട്രെയിനിങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇത്രയും പീരീഡ് ഗ്യാപ്പ് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതുപോലെ CMEയും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇത് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇത് DHAയുടെ ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരിക്കലും മറക്കാതിരിക്കുക. ദുബായ് നഴ്സിംഗ് ജോബ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ആ വീഡിയോ കൂടി കാണുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ വാട്സാപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന, അതായത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമ്മൾ DHA എക്സാമിന് എലിജിബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഷെറിയാൻ പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. എക്സ്പ്ലോർ കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ന്യൂ ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെൽഫ് അസസ്മെൻറ്റ് ടൂള് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റാർട്ട് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിച്ച് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ? നഴ്സ് ആൻഡ് മിഡ് വൈഫ് എന്ന് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വിച്ച് ടൈറ്റിൽ ആർ യു അപ്ലൈയിങ് ഫോർ? രജിസ്റ്റേർഡ് നഴ്സ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നാഷണാലിറ്റി അടിച്ചു കൊടുക്കുക. എന്നിട്ട് വിച്ച് കൺട്രി റിസീവ് യുവർ ഡിഗ്രി? നമ്മുടെ ഡിഗ്രി എവിടെ നിന്നാണ്, ഏത് കൺട്രിയിൽ നിന്ന് കിട്ടിയെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ ഡിഗ്രി എടുത്തിട്ടുള്ളതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ ഡിഗ്രി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡിഗ്രി? ഞാനിത് വെറുതെ ഒരു എക്സാമ്പിളിന് അടിക്കുവാണ്. അപ്പം നിങ്ങൾ ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇയേഴ്സൊക്കെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ നോക്കുക. എന്നിട്ട് എൻ്റെ ഡേറ്റും കൊടുക്കുക. എൻ്റെ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് BLS നമുക്കുണ്ടോ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അതിൻ്റെ ഡേറ്റ് എന്ന് മുതൽ എന്ന് വരെയുള്ള എക്സ്പീരിയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് എക്സ്പീരിയൻസ് എടുത്തതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമുക്കെന്നിട്ട് വേറെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യണമെന്ന് നോക്കുക. അത് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് റിസൾട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് നമുക്കതിൽ കാണിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിക്കുക. പിന്നെ പ്രത്യേകം കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.